ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും, പ്രത്യേകിച്ച് ഭാരതീയ ക്രൈസ്തവനും ഇരട്ടി മധുരത്തിന്റെ ദിവസമാണ്. ഒരു ഭൗതിക സന്തോഷവും ആത്മീയ സന്തോഷവും ഒന്നിച്ചാഘോഷിക്കുന്ന സുന്ദര സുദിനം. വർഷങ്ങൾ നീണ്ട വിദേശ ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായ സുന്ദര സുദിനം. ഒപ്പം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും. ഏവർക്കും ഈ നല്ല ദിനത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ബ്രിട്ടീഷുകാർ നമ്മുടെ മുൻപിൽ അടിയറവ് വെച്ച ദിനം. അതെ, വർഷങ്ങൾ നീണ്ട സഹനത്തിന്റെയും സമരത്തിന്റെയും ഫലമായി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത്. ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ അഭിമാനത്തിന്റെ സുവർണ നിമിഷങ്ങൾ. ഒപ്പം അതേ തീക്ഷ്ണതയോടെ നമ്മൾ ഓർക്കുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും. പരിശുദ്ധ അമ്മയുടെ ശരീരവും ആത്മാവും സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു എന്നാണ് ഈ വിശ്വാസ സത്യത്തിന്റെ കാതൽ. 1950 നവംബർ 1 12ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച അന്ന് മുതൽ അതിതീക്ഷ്ണതയോടെ ഇന്നും തിരുസഭ ആ തിരുനാൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പഴക്കം ചെന്ന തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യമേ വരേണ്ടത് ജീവിതത്തിൽ സഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴും അതിലൊന്നും അടിപതരാതെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അരുളി ചെയ്ത പരിശുദ്ധ അമ്മയുടെ ധീര മാതൃകയാണ്. പരിശുദ്ധ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെയെല്ലാം ജീവിതത്തിലെ സംരക്ഷകയാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കണം. പരിശുദ്ധ അമ്മ തന്റെ അമലോത്ഭവത്തിലൂടെ പാപത്തിന്മേൽ വിജയം വരിക്കുകയും സ്വർഗാരോപണത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യം എന്നത് നമ്മുടെയെല്ലാം അവകാശവും ഉത്തരവാദിത്വവുമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം എല്ലാം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരാണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഈ വേളയിൽ വേദനയോട് തന്നെ പറയട്ടെ, അഴിമതിയും മതഭ്രാന്തും വർഗീയതയും ഭീകരവാദിത്വവും ഉയർത്തുന്ന വെല്ലുവിളികൾ നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ, നാടിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ ആനന്ദം നാം അനുഭവിച്ചറിയേണ്ടത് വേദനിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടിന്റെ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ടാണ്. സ്വാതന്ത്ര്യത്തിന്റെയും സ്വർഗാരോപണത്തിന്റെയും നല്ല ചിന്തകളെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ ഏവർക്കും പരിശുദ്ധ അമ്മയെ പോലെ സ്വജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ, ജീവിക്കാൻ പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും ഈ നല്ല ദിനത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.